ഒറ്റയടിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ആദ്യഘട്ടത്തിൽ തൃശൂരിൽ യുഎൻഎയുടെ നേതൃത്വത്തിൽ ഈ സമരം നടന്നപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ഈ വിഷയം ഗൌരവത്തോടെ തന്നെ പരിഗണിച്ചതാണ്. പക്ഷേ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഇതിലെ വെല്ലുവിളി നിലനിൽക്കുന്നത്. അതേസമയം 7 വർഷമായി ശമ്പള പരിഷ്കരണം നഴ്സിംഗ് മേഖലയിൽ, സ്വകാര്യ ആശുപത്രികളുടെ നഴ്സിംഗ് മേഖലയിൽ നടപ്പിലാക്കിയിട്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപമാണ്, ആശങ്കയാണ് യുഎൻഎ ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ ഒരു ഇടപെടൽ വിഷയത്തിൽ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ പ്രഖ്യാപിച്ചേക്കാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അവിടെയാണ് ഇത് കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ യുഡിഎഫും ബിജെപിയും ഒക്കെ ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നത്. അവിടെ തൃശൂരിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ യുഎൻഎയുടെ ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയം ഒരു വലിയ ആയുധമായി, പ്രചാരണ വിഷയമായി തെരഞ്ഞെടുപ്പിനടക്കം ഉയർത്തിക്കാണിക്കാനുള്ള ഒരു നീക്കം കൂടി മറ്റ് കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് ജാസ്മിൻ ഷാ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയ വാക്കുകൾ, അതായത് ഞങ്ങളെ സഹായിക്കുന്നവർക്കൊപ്പമായിരിക്കും ഞങ്ങൾ എന്ന ജാസ്മിൻ ഷായുടെ വാക്കുകളുടെ രാഷ്ട്രീയ പ്രസക്തി കൂടി വർദ്ധിക്കുന്നത്. കാരണം ഒരു സംഘടിതമായ ഒരു മൂവ്മെന്റായി മാറുമ്പോൾ അത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വലിയ തരത്തിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി കൂടി മാറുകയാണ് യുഎൻഎ. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെയാണ് ഈ 40,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമരവുമായി തൃശൂരിൽ നിന്ന് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കൂടി എത്തുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം, അല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് യുഎൻഎയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്.